പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപ്രഭം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിഗണനത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, നിൻ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. ആനവത്തിൻ മമനാദാമിൻ മഹിമക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊതു വിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കട്ടെ. മിശിഹ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷിയോട് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലബനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളും അടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിൻ്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം ഇവർക്ക് അവകാശമായി വിധിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത്. നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകൾ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അധ്യായം 13, 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശ്രദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു.
ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. സത്യത്തിനു വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ ഇതെഴുതുന്നു. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നശിപ്പിക്കാനല്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 28:16 മുതലുള്ള തിരുവചനങ്ങൾ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആകെ 28 അധ്യായങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് ഏറ്റവും കുറവ് യേശുവിൻ്റെ ഉത്ഥാന അനന്തരമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഏറ്റവും കുറവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള സുവിശേഷങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ഇതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം ഒരു അധ്യായത്തിൽ ഒരുക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അതും കഴിഞ്ഞ് 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ കാവൽക്കാരുടെ വ്യാജ പ്രസ്താവന എന്ന് പറയുന്ന തലക്കെട്ടിൽ, അതായത് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അതോടുകൂടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുകയാണ്. പിന്നീട് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം 16 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ അത് പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് സഭ ഈ ഒരു ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്താൻ കാരണം? എല്ലാ സുവിശേഷങ്ങളുടെയും അവസാനം യേശു കൃത്യമായി ഈശോയ്ക്ക് ശിഷ്യന്മാർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയും യേശുവിനെ മഹത്വപ്പെടുത്തുക, യേശുവിനെ ഉദ്ഘോഷിക്കുക, യേശുവിൻ്റെ നാമം അത് പ്രസിദ്ധമാക്കുക. ഇതാണ് പരിശുദ്ധ ദൗത്യം. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിനെന്ന്, മാമോദിസ കൊടുക്കുക. ഇതിന്ന് ഈ കാലഘട്ടത്തിൽ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ പേടിക്കണം. കാരണം നമ്മൾ വസിക്കുന്ന ഈ രാജ്യത്ത് ഇത് അത്ര എളുപ്പമല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അത്ര നല്ലതല്ല. സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും അത്ര നല്ലതല്ല എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ന്യൂസിലൂടെ കണ്ടിട്ടുള്ള ഒരു മദർ തെരേസ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അവിടെ MCBS കോൺഗ്രസിൽപ്പെട്ട
അച്ഛന്മാർ നടത്തുന്ന ഒരു സ്കൂളാണ്. അതിലെ ഒരച്ഛൻ എനിക്ക് പരിചയമുള്ളൊരച്ഛനാണ്. ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ളൊരച്ഛനാണ്. ഭയങ്കര കഷ്ടമാണ് അവിടുത്തെ കാര്യങ്ങൾ. എന്ത് മതപരമായ സ്വാതന്ത്ര്യം എന്നാണ് ഇന്ത്യയിലുണ്ട് എന്ന് പറയേണ്ടത്? എന്ത് മതപരമായ സ്വാതന്ത്ര്യം? അതിവിദൂര ഭാവിയിൽ നമ്മുടെ കേരളത്തിലും ഇത് വന്നുകൂടുന്നില്ല. അതിനാൽ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്ന ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം തൻ്റെ പ്രസംഗത്തിനിടയിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പറയുന്നൊരു വചനമാണ്, അല്ലെങ്കിൽ ഒരു വാക്യമാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പിന്നാലെയാണ് ഈ സംഭവങ്ങളൊക്കെ കർണാടകയിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ കേൾക്കുന്ന ഒന്നും അതൊക്കെ നമ്മുടെ ടൈറ്റാനിക്കിലെ ഐസ് കട്ടയിലെ പോലെ ഇരിക്കും. മുകളിൽ കാണുന്നതൊക്കെ കുറച്ചേ ഉള്ളൂ, അതിൻ്റെ അടിയിലേക്ക് ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖ പേജിൽ എഴുതി വച്ചിട്ടുള്ള പലതും ഇന്ന് തേച്ചു മാച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ മാമോദീസ മുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആളുടെ സമ്മതപത്രം, 2 സാക്ഷികളുടെ സമ്മതപത്രം, പിന്നെ നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അഫിദാവിത്ത് സത്യവാങ്മൂലം, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതായത് ഇന്ന ജാതിയാണ് തെളിയിക്കുന്ന അതിൻ്റെ കോപ്പി. അത് കഴിഞ്ഞിട്ടാണല്ലോ അവിടുന്ന് ഇദ്ദേഹം ഇതിൽ നിന്ന് മാറുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇന്ന് ഒരാളെ നമ്മൾ മാമോദീസ മുക്കി നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് ചേർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി, അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയാണ് എല്ലായിടത്തും പറയണേ. വെറുതെ നമ്മളെ വാക്കുകളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ യേശുവിനെ പ്രഘോഷിക്കുക മാത്രമല്ല, അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുവിൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് ആകർഷിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിസ്റ്റർ, നമ്മുടെ സ്മൈൽ വില്ലേജിൽ ഒരു സിസ്റ്ററുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, പൊങ്ങടങ്കാട് ഒരു ഹിന്ദു കുട്ടി, അവൾ കുറേ നാളുകളായി ഇങ്ങനെ ക്രിസ്തുമതം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നു. അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ സാവധാനത്തിൽ കുഞ്ഞ് ഒന്ന് പഠിച്ചു വരട്ടെ, അവളൊരു പക്വതയിലേക്ക് വരട്ടെ, അത് ഒരു തീരുമാനം കൊടുക്കാനുള്ള ഒരു പക്വത ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കിയാൽ മതി. അല്ല എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അപകടമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളാവുക, പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരാകുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വശത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈശോയുടെ ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, നോർത്ത് ഇന്ത്യയിലും അതുപോലെ വിദേശങ്ങളിലൊക്കെയും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബ്രദറിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ബ്രസീലിലാണ് കുറേ നാൾ സേവനം ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ബ്രസീലിൽ എങ്ങനെയാണ്? നിങ്ങൾക്കറിയാമോ, ബ്രസീലാണ് ഏറ്റവും എന്താ പറയുക, അടിസ്ഥാനപരമായ ഒരു കത്തോലിക്ക വിശ്വാസമുള്ള ഒരു രാജ്യം. അവരുടെ വിശ്വാസം വലിയ ആഴത്തിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നെയ്മർ എന്ന് പറയുന്ന ഫുട്ബോളറെ നിങ്ങൾക്ക് അറിഞ്ഞു കാണും. അവർ നമ്മുടെ ജർമ്മനിയുമായുമുള്ള ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു ഫൈനലിൽ അത് ആ കളി ജയിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഒരു ബാനറല്ല, ഒരു തലയിൽ ഇങ്ങനെ കെട്ടുന്ന ഒരു റിബണുണ്ട്. ആ റിബണിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു, എന്താണ്? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. അതാണ് എഴുതി വെച്ചിട്ടുള്ളത്. യേശുവിനെ നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കളിയിൽ അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ബ്രസീലിൻ്റെ തന്നെ മറ്റൊരു കളിക്കാരനുണ്ട്, കക്ക എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു കളിക്കാരൻ.
അദ്ദേഹം ഇതേപോലെ തന്നെ വിരമിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വളരെ പരസ്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. എന്ത്? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, അവനാണ്, ദൈവമാണ് എനിക്കിതെല്ലാം നൽകിയത്, അവന് നന്ദി പറയുകയാണ്. നിങ്ങൾ നോക്കണം. അപ്പം ഇത്രയും ജീവിതത്തിൻ്റെ ഉന്നതിയിലും നെറുകയിലും നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ, അവർ യേശുവിനെക്കുറിച്ച് പരസ്യമായി പറയുമ്പോൾ നമ്മൾ പുറകിലോട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂടുന്നിടത്ത് യേശുവിനെ കുറിച്ച് പറയാനോ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ ഇന്ന ആളാണ്, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കൂദാശകൾ സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചമ്മലുണ്ട്. അതൊന്നും ചിലർക്കില്ല. അവരങ്ങനെ ചമ്മുന്നില്ല, അവരതിൽ അഭിമാനിക്കുന്നു. യേശുവിൻ്റെ നാമം മഹത്വപ്പെടും. ചിലപ്പോൾ ചിലർ ധ്യാനമൊക്കെ കൂടി നന്നായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഓ ദേ ഒരു പുണ്യാളം വന്നിരിക്കുന്നു, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ഓ അവൻ നന്നായിട്ടാ. അപ്പം ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്? നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി വലിയ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടല്ല അച്ഛനത് സൂചിപ്പിച്ചത്. മറിച്ച് നമ്മളിരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചായ്പമൊഴിയിൽ നിന്നുകൊണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് നമുക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. അതിന് കൂദാശകളും പ്രാർത്ഥനകളും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും കൃത്യമായ ഇടവേളകളിലെ നമ്മുടെ ത്യാഗങ്ങളും ഉപവാസങ്ങളും ഇതൊക്കെ അതിന് സഹായിക്കും. അതാണ് വളരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം. അറ്റ്ലീസ്റ്റ് നമ്മുടെ മക്കൾക്കെങ്കിലും ഈ ഒരു പ്രേക്ഷിത ദൗത്യം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതൊരു ചോദ്യമാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് പറഞ്ഞു തന്ന അതേ തീക്ഷ്ണതയിൽ നമ്മുടെ മക്കൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? രാവിലെ ഫുട്ബോൾ മാച്ച് ഉണ്ടെങ്കിൽ, കുട്ടികളുടെ ഫുട്ബോൾ മാച്ച് രാവിലെ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ കൊണ്ടുവന്നാക്കും. പരിപാടി കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. ട്യൂഷൻ ഉണ്ടെങ്കിൽ കുട്ടികളെ അവിടെ കൊണ്ടുവന്നാക്കും, അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടെങ്കിൽ, അത് ഇട ദിവസങ്ങളാണെങ്കിലും അത് അവധി ദിവസങ്ങളാണെങ്കിലും ഏത് ദിവസങ്ങളാണെങ്കിലും വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ആരും പിള്ളേരെ കൊണ്ടുവന്നാക്കില്ല, ചുരുക്കം ചിലർ. അപ്പം നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? യേശുവിനാണോ? ദൈവിക കാര്യങ്ങൾക്കാണോ? നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കാണോ? നമ്മുടെ മൂല്യങ്ങൾക്കാണോ? നമ്മുടെ ക്രിസ്തീയപരമായിട്ടുള്ള ചില വീക്ഷണങ്ങൾക്കാണോ? അതോ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കാണോ? ഇതൊരു ചോദ്യമാണ്. ഇതാണ് പ്രേക്ഷിത ദൗത്യം കർത്താവ് പറഞ്ഞത്. നമ്മൾ വലിയ ആനക്കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നേ. നമ്മൾ ഈ നാട്ടിൽ, ഈ ഗ്രാമത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യേശുവിനെ പ്രഘോഷിക്കുന്നത്? അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത തലമുറയ്ക്ക്, എൻ്റെ മക്കൾക്കെങ്കിലും ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ പൈതൃകം ചോർന്നു പോകാതെ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം, ഇന്ന് ഈ കൊറോണയ്ക്ക് ശേഷം, നമ്മുടെ ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിലും നമ്മുടെ ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലും ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വലിയ മാറ്റം. കാഴ്ചപ്പാടുകളിലും പള്ളിയുടെ കാര്യങ്ങളിലും വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിലും വളരുന്ന തലമുറയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം മറ്റൊന്നിലേക്കാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒന്നിലേക്ക് മാത്രം, അത് ക്രിസ്തുവിലേക്കാണ്, വിശ്വാസത്തിലേക്ക് മാത്രം. അതിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു കൈമാറ്റം അത് കൃത്യമായിട്ട് നടക്കണം. അത് നടന്നില്ല എങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ആരും ഉണ്ടാവില്ല. വിദേശങ്ങളിൽ നമ്മുടെ മക്കൾ പോയി, നമ്മുടെ അച്ഛന്മാരും നമ്മുടെ കന്യാസ്ത്രീമാരും പോയി അവിടെ സേവനം ചെയ്യുന്നത് പോലെ ഇവിടേക്ക് ചിലപ്പോൾ വേറെ ആൾക്കാർ വരേണ്ടി വരും. അതുകൊണ്ട്
നമുക്കൊന്ന് ഉണരാം. നമ്മുടെ സ്വത്വത്തെ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കാം. അതിവിദൂര ഭാവിയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കിഷ്ടമാണ്. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ തിരിച്ചറിയാൻ നമ്മൾ സാധിക്കണം. നമുക്കറിയാം കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. 2 പിള്ളേരെ വളർത്തിയുണ്ടാക്കാൻ പാടാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഇന്ദിരാഗാന്ധി ഉണ്ടായ സമയത്ത് അദ്ദേഹം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും അതിന് പിന്നീടും ഇവിടെ എന്താ പറയുക, ഈ പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവന്നു. ഈ പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവന്ന് അതിന് പിന്നാലെ അത് നിർബന്ധിതമായിട്ട് മുന്നോട്ട് പോയി. കുറച്ച് സമയങ്ങളിൽ ഇന്ത്യയിൽ ഇങ്ങനെ ജനപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുക, നിർത്തണം. പക്ഷെ ചൈനയിലോ ജനപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരു വിഷയമില്ല. അതിലാണ് അവരുടെ ശക്തി. ഇവിടെ നമ്മൾ 7, 8, 10 മക്കളുണ്ടായിരുന്നത് കുറഞ്ഞ് 5, 6, 4, 3, 2, 1 അത്രയായി. ഇപ്പം നിങ്ങൾ നോക്കി, ക്രിസ്ത്യാനിറ്റി ഇല്ല. പക്ഷെ ചില സമുദായങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളുകൾ ഇവിടെ ഇല്ല, വേറെ നിവൃത്തിയില്ല, ഒക്കെ പോവുകയാണ്. 2, 3, 4, 5 മക്കളുകളൊന്നും നമുക്ക് വളരെ നിസ്സാരമാണ്. അതിനെ നമ്മൾ പ്രഘോഷിക്കുകയാണ്. നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുത്തും പിതാവോടെ മാമോദീസ 4ാമത്തെ കൊച്ചിന് മാമോദീസ മുക്കുമെന്ന് പറഞ്ഞും ഒരു സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ 4ാമത്തെ കുഞ്ഞിന് നമ്മുടെ കാത്തോലിക്ക ആശുപത്രിയിലാണ് എങ്കിൽ അതിന് ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ വെറുതെ അതുമെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറയുന്നത് കൊണ്ടാണ് നമ്മളെ അധികം ആരും ശല്യം ചെയ്യാത്തത്, പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ. പക്ഷേ മറ്റു ചില സമുദായങ്ങളെ കൃത്യമായി ഒതുക്കുന്നു. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഇലക്ഷനാണെന്ന് അച്ഛന് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് ആർച്ച് ബിഷപ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ നമുക്ക് ജീവിക്കണം. സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം, വിശ്വാസത്തോടു കൂടി ജീവിക്കണം, അത് പ്രഘോഷിക്കണം. ആരെയും നമ്മൾ നിർബന്ധിക്കില്ല. നിർബന്ധമായി ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മതമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ അറിയുന്ന എൻ്റെ ദൈവത്തെ, ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവത്തെ, ആ ദൈവത്തെ സ്വീകരിക്കാനും ആ ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് കടമയുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഭാവിയാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത്. ഈ വീഡിയോ റെക്കോർഡാവുന്നതെന്ന് അച്ഛന് നന്നായിട്ടറിയാം. പക്ഷേ എങ്കിലും അച്ഛൻ സൂചിപ്പിക്കുകയാണ്, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം, ഉയർന്ന് ചിന്തിക്കണം. സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കണം. അതിന് ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ ലക്ഷ്യമൊന്നാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തെ, യേശുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കപ്പെടാനുള്ള ഒരു അവസ്ഥ, സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉയർന്ന് ചിന്തിക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് തീരുമാനിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു ഇലക്ഷൻ ഞാൻ ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ കേട്ട ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തിനെയും വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായി, നിന്റെ ഉദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും
മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിനെ ഉദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടി കുരിശിൽ തറയ്ക്കാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡയനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടാനും വിശ്വാസം സംരക്ഷിക്കാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനി നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലശികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ ഏകദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങൾ നൽകുന്ന അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽമാലാഖമാരെ, വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രികീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സസ്യത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങൾ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയഭീതികരമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൗവന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയെ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് സ്തുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് സ്തുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയെ പ്രഭു. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു.
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മിത്രാപൊലിതാക്കും മാർ ആൻഡ്രൂസ് മിത്രാപൊലിതാക്കും മാർ പോളി മിത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിത അൽമായി പ്രേക്ഷിതർപ്പൻ നടത്താക്കൽ മേലധികാരികൾ സന്യസ്തർ വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അഗതമാകുന്ന ഒട്ടുതിരുന്നാളിൻ്റെ ഒരുക്കങ്ങളുടെ പൂർത്തീകരണത്തിനും ആദ്യ കുർബാന സ്വീകരണത്തിനായിരുന്ന എല്ലാ മക്കൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഇറപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ.
കാരുണ്യത്തിനത് വിധമെന്നോട് നീ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീര രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താരോടെ സമീപിക്കാം. അനുതാപത്തോളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സകല തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലലും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവൻ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തിൽ ആവർത്തിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാഞ്ചുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസവും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മാന്യമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തു നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇതിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിധിയ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്തർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നായകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികമായ വചനങ്ങൾ മാത്രം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യത്തിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായി സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുകൊണ്ട് സന്തുഷ്ടനായി നമ്മെ അവിടുത്തെ മഹത്വം അണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഞങ്ങൾ വരുമ്പോൾ നിറഞ്ഞുകൂടാ.